ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിരിക്കുകയാണ് ബിൽക്കിസ് ബാനുവിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിച്ചതിലൂടെ. അതായത് ജുഡീഷ്യറിയെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നതായിരുന്നല്ലോ പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണമൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ പേട്രൺ ഓഫ് ക്രിമിനൽസ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ആരോപണത്തിനപ്പുറം കോടതിയിൽ നിന്ന് ഇന്ന് ബിൽക്കിസ് ബാനുവിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നില്ല വന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പ്രതികരണം. അപ്പോൾ ഇന്ന് കൃത്യമായി ഈ കോടതിയിൽ നിന്ന്, പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് വരുന്ന വിധികളെല്ലാം തന്നെ കൃത്യമായി വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടുള്ളതാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ബിൽക്കിസ് ബാനു കേസിലെ വിധി എന്നുള്ളത് എതിർക്കുന്നവർക്ക് പോലും സമ്മതിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് ഈ ജസ്റ്റിസുമാരായ ബി നാഗരത്നയും ഉജ്ജൽ ഭുയാനും അടങ്ങിയ ബെഞ്ച് ഉത്തരം നൽകിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ കൂടി നമ്മൾ കടന്നു പോകണം. ഗുജറാത്ത് സർക്കാരിനെ പഴിച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാരിന്റെ ഫ്രോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. 251 പേജാണ് ഈ വിധിയുടെ പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്രയും ദൈർഘ്യമുള്ള ഒരു വിധി തന്നെയാണ്. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അപേക്ഷ നൽകാത്ത കുറ്റവാളിയെ മോചിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കിതിൽ സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ പരിശോധിക്കുമ്പോൾ അപേക്ഷ നൽകാത്ത ഒരു കുറ്റവാളിയെ മോചിപ്പിച്ചു. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഈ രാധേശ്യാം ഷായ്ക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അതെല്ലാം ഈ വിധിയുടെ ഭാഗമാണ്. കുറ്റവാളികളുടെ ശിക്ഷാ ഇളവിനെതിരെ അനുച്ഛേദം 32 അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ ബിൽക്കിസ് ബാനു പോയത്. അതിന് അവകാശമുണ്ടോ എന്ന മറുഭാഗവുമായിട്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം വന്നിരിക്കുകയാണ്. ഇത് മറ്റു കേസുകളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിധിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശിക്ഷാ ഇളവ് സംബന്ധിച്ച അപേക്ഷ പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതിയുടെ ഒരു മുൻ ഉത്തരവുണ്ട്. അതിനെതിരെ ആദ്യം ബിൽക്കിസ് ബാനു നൽകിയത് പുനഃപരിശോധനാ ഹർജിയാണ്. നമ്മൾ അതും ചർച്ച ചെയ്ത വിഷയമാണ്. ആ പുനഃപരിശോധനാ ഹർജി തള്ളിയല്ലോ. പിന്നെ എങ്ങനെയാണ് ബിൽക്കിസ് ബാനുവിന് കോടതിയെ സമീപിക്കാൻ കഴിയുക? തിരുത്തൽ ഹർജിയല്ലേ നൽകേണ്ടത് എന്നൊക്കെ പറഞ്ഞ പ്രതികൾ ആ സംവിധാനത്തിനിടയിൽ നടത്തിയ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ ഇക്കാര്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പേര് രാധേശ്യാം ഷായുടേതാണ്. അതായത് രാധേശ്യാം ഷാ ഗുജറാത്ത് സർക്കാരിനോട് ശിക്ഷാ ഇളവ് നൽകണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ രാധേശ്യാമിന് വരാമെങ്കിൽ റിട്ട് ഹർജിയിലൂടെ ബിൽക്കിസ് ബാനുവിനും വരാമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഇന്നത്തെ വിധിയുടെ തെളിച്ചമുള്ള ഒരു ഭാഗമായി ഞാൻ കാണുന്നത്. അത് സമാനമായ മറ്റ് കേസുകൾ വരുമ്പോഴും ആപ്ലിക്കബിൾ ആകാനുള്ള ഒരു സാഹചര്യം കാണുന്നു. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പേരുകൾ ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞു. കൃത്യമായി ഈ കേസിൽ ബിൽക്കിസ് ബാനുവിനൊപ്പം നിന്നുകൊണ്ട് പൊതുതാൽപര്യ ഹർജിയുമായി രംഗത്ത് വന്ന ആളുകളാണ് സുഭാഷിണി അലി ആയാലും മഹുവ മൊയ്ത്രി ആയാലും ഒക്കെ. അപ്പോൾ ഈ പൊതുതാൽപര്യ ഹർജി നിൽക്കുമോ? അങ്ങനെ പല വശങ്ങൾ ഈ വിധിയിൽ പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വിധിയുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, വിചാരണ നടന്ന സംസ്ഥാനത്തിലെ സർക്കാരിനാണ് ശിക്ഷാ ഇളവ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ അധികാരം. ഇക്കാര്യത്തിലും സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഗുജറാത്ത് സർക്കാർ പോയിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവിടെയാണ് ആ ഫ്രോഡ് വരുന്നത്. ഗുജറാത്ത് സർക്കാരല്ല, അവിടെ രാധേശ്യാം ഷായോടാണ് പറയുന്നത്. കോടതിയെ കബളിപ്പിച്ചുകൊണ്ട്, കൃത്യമായ വരികൾ ഇങ്ങനെയാണ്: വസ്തുതകൾ മറച്ചുവെച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് രാധേശ്യാം ഷാ 2022 അനുകൂലമായിട്ടുള്ള ഉത്തരവ് കരസ്ഥമാക്കിയത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ രാധേശ്യാം ഷായ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തത്. കോടതിയെ കബളിപ്പിച്ച് കരസ്ഥമാക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ, അതേക്കുറിച്ചാണ് അവിടെ കൃത്യമായി കോടതി പരാമർശിച്ചത്. അല്ലാതെ സർക്കാർ നേരിട്ട് ഇതിനകത്ത് ഫ്രോഡ് കാണിച്ചു എന്ന് ഈ വിധിയിൽ ഞാൻ എന്തായാലും കണ്ടില്ല. പിന്നെ ശിക്ഷാ ഇളവിന് മഹാരാഷ്ട്ര സർക്കാരിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗുജറാത്ത് സർക്കാരിന് അപേക്ഷ നൽകിയിട്ടില്ല. മഹാരാഷ്ട്ര സർക്കാരിന് രാധേശ്യാം അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യം സുപ്രീം കോടതിയിൽ നിന്ന് മറച്ചുവെച്ചു. മറ്റു കക്ഷികളാരും ശിക്ഷാ ഇളവിന് കോടതിയെ സമീപിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ രാധേശ്യാം ഷാ നൽകിയ ഈ ഹർജിയിലെ ഉത്തരവുണ്ടല്ലോ, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതികൾക്ക് ആനുകൂല്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതി ഉത്തരവുണ്ടെന്നേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തത്. അല്ലാതെ ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായി നേരിട്ട് പോയി തീരുമാനിച്ചു എന്ന് വരികയാണെങ്കിൽ ഞാൻ ഇതിനോട് പൂർണ്ണമായും എതിർത്തേനെ. പിന്നെ ഗുജറാത്ത് സർക്കാരിന് ഈ ഉത്തരവ് ഇറക്കാൻ നിയമപ്രകാരം അവർക്കതിനുള്ള ആധികാരികമായി അവർക്കത് ചെയ്യാൻ കഴിയുന്ന അധികാരമുണ്ടോ? അതും പരിശോധിക്കപ്പെട്ടു. ആ അധികാരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. വിചാരണ നടന്ന സ്ഥലത്തെ സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇല്ലാത്ത അധികാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാർ വിനിയോഗിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അത് തെറ്റാണ്. ആ തെറ്റും ഇന്നത്തെ കോടതി വിധിയോടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുന്നു. പരമോന്നത നീതിന്യായ പീഠത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ഈ വിധിയിലും എനിക്കുണ്ട്. എല്ലാ വിധികളിലും അങ്ങനെ തന്നെയുള്ള വിശ്വാസമാണ് ഞാൻ എന്തായാലും എടുക്കുന്നത്. എല്ലാ വസ്തുതകളും പരിശോധിച്ചാണ് പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന്മേൽ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നു. കേന്ദ്ര സർക്കാർ ജുഡീഷ്യറിയെയും തങ്ങളുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന വാദങ്ങളൊന്നും എന്തായാലും നിലനിൽക്കുന്ന ഒന്നല്ല. അത് ഈ വിധി വെച്ചെങ്കിലും അങ്ങനെ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയുമുണ്ട്.
Meet the editors.